പ്രമേഹം, ഒബീസിറ്റി, ഫാറ്റി ലിവർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് വളരെ കൂടുതലാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെ അന്നജത്തിൻ്റെ അളവ് കൂടുതലാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്നജത്തിൻ്റെ അളവ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടിയാൽ എന്തെല്ലാം അപകടങ്ങളാണ് ഉണ്ടാകുന്നത്, അത് പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ് ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ 50% കാണാവൂ എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, അതായത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള മീല്, 4 മണിക്ക്, അതുപോലെ തന്നെ വൈകിട്ടത്തെ ആഹാരം, ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിന് അളവ് നോക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് 70% വരും. അപ്പോൾ 50% വേണ്ടിടത്ത് അത് 70% മാറുന്നു. അതുപോലെ തന്നെ പ്രോട്ടീൻ ഏതാണ്ട് 20% നമുക്ക് വേണ്ടതെങ്കിൽ അത്രയും അളവിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നില്ല എന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഏത് കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും നമ്മുടെ വയറ്റിൽ ചെന്ന് ദഹിച്ചു കഴിയുമ്പോൾ അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റിയാണ് നമ്മുടെ ശരീരം അതിനെ സ്വീകരിക്കുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ് ദഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടിക്കഴിയുമ്പോൾ അത് കൂടിയിരിക്കുന്നത് വളരെ അപകടകരമാണ്. അത് കൂടാതിരിക്കണമെങ്കിൽ നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളിൽ നിന്ന് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചു കഴിയുമ്പോൾ മാത്രമേ ഈ രക്തത്തിലെ കൂടിയ പഞ്ചസാര നമ്മുടെ കോശങ്ങൾക്ക് ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയും അത് കോശങ്ങൾക്ക് എനർജി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനും പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുകയുള്ളൂ, അതായത് നോർമൽ ലെവലിൽ വരികയുള്ളൂ. അങ്ങനെ നോർമൽ ലെവലിൽ നമ്മൾ കീപ്പപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഫിസിയോളജി. പക്ഷേ ഇത് കൂടുതൽ അളവിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കൂടുതലായിട്ട് ബീറ്റാ കോശങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ബീറ്റാ കോശങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കുകയും ഇൻസുലിൻ്റെ ഉൽപാദനത്തെ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു പ്രതിഭാസം ഉണ്ടാകുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോഴാണ് ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരം അതിനെ സൂക്ഷിച്ചു വെക്കുന്നു. അതായത് കാർബോഹൈഡ്രേറ്റിനെ ആദ്യം ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റി ശരീരം സ്വീകരിക്കുന്നു. അങ്ങനെ ശരീരം ഉപയോഗിച്ച് മിച്ചം വരുന്ന ഗ്ലൂക്കോസിനെ ട്രൈഗ്ലിസറൈഡ് ആയിട്ട് മാറ്റുന്നു. അത് വീണ്ടും കൊഴുപ്പായിട്ട് മാറ്റുന്നു. ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള കൊഴുപ്പാണ്. അങ്ങനെ അത് നമ്മുടെ ശരീരത്തിൻ്റെ ത്വക്കിനടിയിലും അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തും തുടയുടെ ഭാഗത്തും അതുകൂടാതെ ആന്തരിക അവയവങ്ങളിലും സൂക്ഷിച്ചു വെക്കുന്നു. ഇങ്ങനെ ആന്തരിക അവയവങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന കൊഴുപ്പ് അപകടകാരിയാണ്. അതിൽ നിന്നും ധാരാളം കെമിക്കൽസ് പുറത്തുവിടുന്നു. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിനും അതുപോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രോം, അതുപോലെ ഫാറ്റി ലിവർ തുടങ്ങിയ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് അവിടെ നിന്നാണ്. ഇത് 2 കാര്യങ്ങളാണ് അപ്പോൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ. ഒന്ന്, നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകുന്നു, ഫാറ്റി ലിവർ ഉണ്ടാകുന്നു. രണ്ടാമതായിട്ട് നമുക്ക് കൂടുതൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. അത് നമ്മുടെ തൂക്കം വർദ്ധിപ്പിക്കുവാനും അതായത് ഒബീസിറ്റി ഉണ്ടാകുവാനും കാരണമാകുന്നു. എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെയും തുടക്കം ഈ 2 കാര്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ഏറ്റവും പ്രധാനം, നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക. രണ്ടാമത്, പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറിൻ്റെ ഉപയോഗം കുറയ്ക്കുക, റിഫൈൻഡ് ആയിട്ടുള്ള ഗ്രെയിൻസിൻ്റെ ഉപയോഗം കുറയ്ക്കുക, റിഫൈൻഡ് ആയിട്ടുള്ള ധാന്യപ്പൊടികളുടെ ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ റിഫൈൻഡ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാരയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ പഞ്ചസാരയുടെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് കേരളത്തിൽ പഞ്ചസാരയുടെ ഉപയോഗം കുറയുന്നു എന്നാണ് ഒരു പഠനം സൂചിപ്പിക്കുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ ഉപയോഗം ഒന്നെങ്കിൽ തീർത്തും ഉപേക്ഷിക്കുക. ചായ, കാപ്പി തുടങ്ങിയവയ്ക്കൊക്കെ പഞ്ചസാര ഇടാതെ നമ്മൾ കുടിച്ച് ശീലിക്കുക. മധുരമുള്ള മറ്റു പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലും ഒരു നിയന്ത്രണം വേണം. അപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത പലഹാരങ്ങൾ ഒന്നെങ്കിൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അത് നിയന്ത്രണമായിട്ട് കുറേശ്ശെ മാത്രം ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് നമ്മൾക്ക് റിഫൈൻഡ് ഗ്രെയിൻസിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അതായത് നമ്മൾ സാധാരണ കഴിക്കുന്ന ചാക്കരി, പച്ചരി, കുത്തരി, ഇത് മൂന്നും
റിഫൈൻഡ് ഗ്രെയിൻസ് ആണ്. റിഫൈൻഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തവിട് നീക്കം ചെയ്ത ഗ്രെയിൻസ് ആണ്, അല്ലെ ധാന്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തവിടിനകത്ത് ധാരാളം പോഷകങ്ങളുണ്ട്. തവിട് നീക്കം ചെയ്യുന്നതോടെ ഏതാണ്ട് 13 പോഷകങ്ങൾ നഷ്ടപ്പെടുന്നു എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അങ്ങനെ തവിട് നീക്കിയ ധാന്യങ്ങളുടെ, അതായത് പച്ചരി, ചാക്കരി, കുത്തരി ഇവയുടെ ചോറ് നമ്മൾ ഉണ്ട് കഴിയുമ്പോൾ അത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ ക്രമാതീതമായി ഉയർത്താൻ കാരണമാകും. അത് ക്രമേണ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസിനും ഫാറ്റി ലിവറിനും ഒക്കെ കാരണമാകും. പിന്നെ മറ്റൊന്ന്, ഇങ്ങനെയുള്ള ധാന്യങ്ങളുടെ, അതായത് തവിട് നീക്കിയ ധാന്യങ്ങളുടെ പൊടികളുടെ ഉപയോഗത്തിലും നിയന്ത്രണം വേണം, അല്ലെങ്കിൽ നമ്മൾ അത് ഉപേക്ഷിക്കണം. ഉദാഹരണമായിട്ട് ഗോതമ്പ് പൊടിപ്പിക്കുമ്പോൾ നമുക്ക് 3 പൊടികൾ കിട്ടുന്നുണ്ട്. ആട്ട കിട്ടുന്നുണ്ട്, റവ കിട്ടുന്നുണ്ട്, മൈദ കിട്ടുന്നുണ്ട്. അതിൽ ഈ മൈദയാണെങ്കിൽ അതിനകത്ത് ഒട്ടും തന്നെ പോഷകങ്ങളില്ല. അതിനകത്തെ നാരുകൾ കംപ്ലീറ്റ് നീക്കം ചെയ്തതാണ്, അതിനകത്തെ പോഷകങ്ങളെല്ലാം നീക്കം ചെയ്തതാണ്. അങ്ങനെ ഈ മൈദ കൊണ്ടുണ്ടാക്കുന്ന പൊറോട്ട, അതല്ലെങ്കിൽ മൈദ കൊണ്ടുണ്ടാക്കുന്ന ബേക്കറി പലഹാരങ്ങൾ ഒക്കെ നമ്മൾ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. പ്രോട്ടീൻ്റെ അളവ് കൂട്ടണമെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ദിവസേന കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതായത് ജന്തുജന്യ പ്രോട്ടീനുമുണ്ട്, സസ്യ ആഹാരങ്ങളിൽ നിന്ന് വരുന്ന പ്രോട്ടീനുമുണ്ട്. സസ്യാഹാരങ്ങളിൽ നിന്ന് വരുന്ന പ്രോട്ടീനാണ് ആരോഗ്യ സംരക്ഷണം നല്ലത് എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ജന്തുജന്യ പ്രോട്ടീനുകൾ ധാരാളമായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ ലീൻ മീറ്റ് ഉപയോഗിക്കാം, ഫിഷ് ഉപയോഗിക്കാം, മുട്ട ഉപയോഗിക്കാം. ദിവസേന ഒരു മുട്ട കഴിക്കുന്നത് നമ്മുടെ പ്രോട്ടീൻ്റെ ലഭ്യത നമുക്ക് ഉറപ്പുവരുത്തും എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3-4 ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ നല്ലപോലെ ലഭിക്കും. നമുക്ക് റെഡ് മീറ്റ്, അതായത് ബീഫ്, മട്ടന്, പോർക്ക് ഇവയുടെ ഉപയോഗത്തിൽ ഒരു നിയന്ത്രണം അത്യാവശ്യമാണ്. കാരണം അതിനകത്ത് പ്രോട്ടീൻ ധാരാളം ഉണ്ടെങ്കിലും അതിനകത്ത് പൂരിത കൊഴുപ്പ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവ കഴിക്കുന്നതിൽ ഒരു നിയന്ത്രണം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമുക്ക് സസ്യാഹാരങ്ങളിൽ നിന്ന് ധാരാളം പ്രോട്ടീൻ ലഭിക്കും. നമുക്ക് ബീൻസിനകത്തുണ്ട്, അച്ചിങ്ങാപ്പയറിനകത്തുണ്ട്, കടലയ്ക്കകത്തുണ്ട്, മുതിരയ്ക്കകത്തുണ്ട്, പരിപ്പിനകത്തുണ്ട്, ചെറുപയറിനകത്തുണ്ട്, വൻപയറിനകത്തുണ്ട്. ഇങ്ങനെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയ സസ്യ ആഹാരങ്ങളും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അവയൊക്കെ നമ്മൾ കൂടുതൽ നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് പടിക്ക് പുറത്ത് നിർത്തണമെങ്കിൽ നമ്മൾ ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി. അതായത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, ഒപ്പം പ്രോട്ടീനിൻ്റെ അളവ് കൂട്ടുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും ചർച്ച ചെയ്ത കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രോഗങ്ങളെ പടിക്ക് പുറത്ത് നിർത്താൻ പറ്റും. വളരെ വിലപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.